രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന സന്ദർഭത്തിൽ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ. നമ്മുടെ സമൂഹം തയ്യാറാണ് എന്ന ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. പൊതുസുരക്ഷ ലക്ഷ്യമിട്ട അവബോധ സന്ദേശങ്ങൾ നൽകുന്നതും അധികാരികളുമായുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതുമാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഊഹാപോഹങ്ങളില്ല, ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. UAE-യിൽ കനത്ത മഴയും ഇടിമിന്നലും. രാജ്യത്തുടനീളം സുരക്ഷാ മുന്നറിയിപ്പ്. റോഡുകളിൽ വേഗത കുറയ്ക്കൽ നിർദ്ദേശം. രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിയ കാറ്റ് അലൈനിലും ഫുജൈറയിലും ആഞ്ഞടിച്ചു. റാസൽ ഖൈമയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇന്ന് രാത്രിയോടെ അസ്ഥിര കാലാവസ്ഥയിൽ നിന്നും രാജ്യം പതിയെ മോചനം നേടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. നാളെയോടെ ചൂട് പതിയെ കൂടാനാണ് സാധ്യത. ഇറാനിയൻ പവർ പ്ലാന്റുകൾ ആക്രമിക്കാതിരിക്കൽ വരുന്ന മാസം വരെ നീട്ടിയതായി ട്രംപ്. നേരത്തെ ആക്രമണം 5 ദിവസത്തേക്ക് നീട്ടിവെച്ച കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് കാലാവധി വീണ്ടും ഏപ്രിൽ 6 വരെ നീട്ടിയത്. ഇത് ഇറാൻ സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ഇറാൻ അത്തരമൊരു അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്നാണ് അമേരിക്കയിലെ തന്നെ വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക നിരവധി സൈനികരെ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചതായും വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇത് സൂചന നൽകുന്നത്. യുദ്ധം 28-ാം ദിവസം സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. അമേരിക്കയും ഇസ്രയേലും ഇറാനിലും, തിരിച്ച് ഇറാൻ ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള ആക്രമണം ശക്തമായി തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ മാത്രം 1900-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇറാൻ്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. ലബനനിൽ 1100-ലധികം പേർ മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഇസ്രയേലിൽ 18 പേരാണ് മരിച്ചത്. ലബനനിൽ കുറഞ്ഞത് 3 ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 13 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ 4 പേരും ഗൾഫ് അറബ് രാജ്യങ്ങളിൽ 20 പേരും മരിച്ചു. ഇറാഖിൽ സുരക്ഷാ സേനയിലെ 80 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇറാൻ ആക്രമണത്തെ ഭയന്ന് ഇസ്രയേലിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും ദിവസത്തിൽ മിക്ക സമയവും ബങ്കറിനുള്ളിലാണ്. ഇറാൻ്റെ മിസൈൽ ആക്രമണം മുന്നറിയിപ്പുണ്ടാക്കുമ്പോഴേക്കും ഷെൽട്ടറുകളിലേക്ക് കുതിക്കുകയാണെന്നും ചില സന്ദർഭങ്ങളിൽ ഷെൽട്ടറുകളിൽ എത്താൻ തങ്ങൾക്ക് സമയം കിട്ടാറില്ലെന്നും അതിനാൽ തങ്ങൾ അതീവ ആശങ്കാകുലരാണെന്നുമാണ് ഇസ്രയേലി ജനത അറിയിക്കുന്നത്. മുഴുവൻ ജനങ്ങളും ഷെൽട്ടറിൽ കഴിയുന്നത് കൊണ്ടാണ് അവിടെ മരണസംഖ്യ കുറയുന്നതെന്നാണ് റിപ്പോർട്ട്. സൗദിക്ക് നേരെ ഇന്നും മിസൈൽ ആക്രമണം. തലസ്ഥാനമായ റിയാദിന് നേരെ വിക്ഷേപിച്ച 2 ഡ്രോണുകൾ കൂടി തടഞ്ഞു നശിപ്പിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ കനത്ത മഴ. കിഴക്കൻ റിയാദ്, മക്ക, മദീന, അൽബഹ, അസീർ മേഖലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഇവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴവർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അൽബഹയിൽ പ്രതികൂല കാലാവസ്ഥയെ നേരിടാൻ സൗദി റെഡ് ക്രസന്റ് സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. ഷാർജയിൽ കഫറ്റീരിയ ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു. കോഴിക്കോട് താമരശ്ശേരി ചാലക്കര സ്വദേശി നിഷാദാണ് മരിച്ചത്. ഷാർജ ബുത്തീനയിലെ കഫറ്റീരിയയിൽ ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഡെലിവറി ബോയിയായ നിഷാദിന് കുത്തേറ്റത്. സംഭവത്തിൽ കോഴിക്കോട് കരുവമ്പൊയിൽ സ്വദേശിയായ ഷമീർ ഷാർജ പോലീസിന്റെ പിടിയിലായി. ഇതേ കഫറ്റീരിയയിലെ തന്നെ ജ്യൂസ് മേക്കറാണ് പിടിയിലായ ഷമീർ. സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ലീഗ് നിള നൈറ്റ് റൈഡേഴ്സിന് വിജയം. ദുബായ് ഡമാക്കിസിലെ എംപോറിയ സ്പോർട്സ് അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ നിള നൈറ്റ് റൈഡേഴ്സ് ഷോളയ ഷോഗൻസിനെയാണ് പരാജയപ്പെടുത്തിയത്.